സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ആണ് നമ്മൾ മിത്ത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ മിത്ത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് മിത്താണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് മിത്തിലോട്ടൊന്ന് കടക്കാം. അപ്പോൾ ഗൈസ്, ഒന്നാമത്തെ മിത്ത് പറയുന്നത് ബ്രോ സ്കോർപിയോ ക്ലാസിക് സ്പോൺ ചെയ്യുക, പിന്നെ അതിൽ RGB കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ബമ്പറിൽ മാത്രമേ RGB കാണുന്നുള്ളൂ. പ്ലീസ് ട്രൈ. അപ്പോൾ നമുക്ക് സ്കോർപിയോ സ്പോൺ ചെയ്യാം. പറയുന്നത് സ്കോർപിയോന് RGB കൊടുത്താൽ ബമ്പർ മാത്രമേ കാണുള്ളൂ എന്നാണ്. സ്കോർപിയോൻ്റെ ബമ്പർ 333 ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് സ്പോൺ ചെയ്യാം. അപ്പോൾ കിട്ടിക്കണം കേട്ടോ സ്കോർപിയോ. അപ്പം നമുക്ക് അതിൻ്റെ ഇതൊന്ന് മാറ്റി നോക്കാം, RGB ആക്കി നോക്കാം. പോലെ എന്താണ് സീൻ. നോ ഗൈസ്, ഇത് ബമ്പർ മാത്രമല്ല, ഇത് ഫുള്ളും ആകുന്നുണ്ട് കേട്ടോ, വണ്ടി ഫുള്ളാകുന്നുണ്ട്. സോ ഗൈസ്, ദിസ് മിത്ത് വാസ് ബസ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത മിത്ത് എന്ന് പറയുന്നത് ബ്രോ ഡുക്കാട്ടി ഡെവിൽ മീറ്റർ വർക്കിംഗ് ആവില്ല. അതായത് ഡുക്കാട്ടി ബൈക്കിൽ നമുക്ക് മീറ്റർ വർക്കിംഗ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഡുക്കാട്ടി നമ്പർ 777. അപ്പോൾ നമുക്ക് കയറാം, ഡുക്കാട്ടിയിലോട്ടൊന്ന് കയറാം. ബൈക്കാണ്, അതായത് സീന് ബൈക്കാണ് കേട്ടോ. ഇതിന് മീറ്റർ ഇപ്പോൾ വർക്കിംഗ് അല്ലല്ലോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈവേയിലോട്ടൊന്ന് പോയി നോക്കാം. ഗൈസ്, നമുക്ക് ഹൈവേയിലോട്ടൊന്ന് പോയി നോക്കല്ലേ. ഗൈസ്, മീറ്റർ വർക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ ഈ മിത്ത്, സോ ഗൈസ് ദിസ് മിത്ത് വാസ് കൺഫേംഡ്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ മിത്ത് പോയി നോക്കാം. സോ ഗൈസ്, അടുത്ത മിത്ത് പറയുന്നത് ബ്രോ പോലീസ് ചേട്ടനെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് കൊണ്ട് ഇടിച്ചാൽ ഒന്നും പറ്റില്ല, അതിന് പകരം നമ്മൾ തെറിച്ചു പോകും. സൂപ്പർ മിത്ത് ആണിത്. അപ്പോൾ പോലീസിന് നമ്മൾ ഗോസ്റ്റ് റൈഡർ ബൈക്ക് കൊണ്ട് ഇടിച്ചൊന്നും പറ്റില്ല. അപ്പോൾ ഗോസ്റ്റ് റൈഡർ ബൈക്കൊന്ന് നമുക്ക് സ്പോൺ ചെയ്യാം. 5555 ആണ് കേട്ടോ ചീറ്റ് കോഡ്. അപ്പോൾ നമുക്ക് ഗോസ്റ്റ് റൈഡർ ബൈക്കൊന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് പോയി നോക്കല്ലേ. പോലീസ് സ്റ്റേഷനിലായിട്ടാണ് കത്തിച്ച് വിടാം കേട്ടോ ഗൈസ്. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബും കൂടി ചെയ്യും, ഒരിക്കലും മറക്കില്ല ഗൈസ്. വെറും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നമുക്ക്. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് വിടാം. ഇവിടെ കുറച്ച് പോലീസുകാരെ നമുക്ക് കാണാം. പോലീസ് ചേട്ടന് ഇടിച്ചൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്, നമ്മൾ തെറിച്ച് പോകുന്ന പറയുന്നത്. അപ്പോൾ നമുക്ക് ഇടിച്ച് നോക്കാം. ഇടിച്ചിട്ട് പോലീസിനൊന്നും പറ്റുന്നില്ല ഗൈസ്. ഇത് സൂപ്പർ മിത്താണല്ലോ. ഒന്ന് നമുക്ക് ബാക്ക് എടുത്താൽ ലോൺ അടിച്ച് നോക്കാം. ഗൈസ്, ഒന്നും പറ്റുന്നില്ല കേട്ടോ ഗൈസ്. സോ ഗൈസ് ദിസ് മിത്ത് വാസ് കൺഫേംഡ്. ഗൈസ്, അടുത്ത മിത്ത് എന്ന് പറയുന്നത് ഹലോ ബ്രോ മൈ മിത്ത് പ്ലീസ്. ഒരു കാർ എടുത്ത് ഒരു ഗൺ വെച്ച് ഗ്ലാസ് പൊട്ടിക്കണം, എന്നിട്ട് ആ ഹോളിലൂടെ RPG വിട്ടാൽ കാർ പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ നമുക്ക് കാർ എടുക്കാം. അപ്പോൾ ലംബോർഗിനി എടുത്തോണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്ലാസ് രണ്ടും പൊട്ടിച്ചാണ് നമുക്ക് ആയിക്കോട്ടെ RPG ഇടാമെന്നാണ് കേട്ടോ ഗൈസ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് RPG ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് പൊട്ടിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ 2 ഗ്ലാസും പൊട്ടിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഇനി RPG ഇട്ട് നോക്കാം. നമുക്ക് ഈ ഭാഗത്ത് കൂടെ RPG ഇട്ട് നോക്കാം, ID കൂടെ ഇട്ട് നോക്കാം. ഗൈസ്, ഈ കാറ് പൊട്ടിത്തെറിച്ചു. സോ ഗൈസ് ദിസ് മിത്ത് വാസ് ബസ്റ്റഡ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത മിത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത മിത്ത് പറയുന്നത് പുതിയ സ്വിമ്മിംഗ് പൂളിൽ കാർ സ്പോൺ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. സ്വിമ്മിംഗ് പൂളിൽ കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടോ ഗൈസ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഫോർച്യൂണർ തന്നെ സ്പോൺ ചെയ്താലോ. എന്താണ് ചെയ്ത് നമുക്ക് കയറാൻ പറ്റുന്നില്ല. ഈ സ്വിമ്മിംഗ് പൂളിൽ ചാടി നീന്താൻ നിൽക്കണം ഫ്രാങ്ക്ലി. നമ്മൾ ഗൈസിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഗൈസ് നമുക്ക് ഫോർച്യൂണർ സ്പോൺ ചെയ്യാം. ഫോർച്യൂണറിൻ്റെ ചീറ്റ് കോഡ് 1000. ഗൈസ് നമുക്ക് സ്പോൺ ചെയ്തു കേട്ടോ ഗൈസ്. ഫോർച്യൂണർ കിട്ടിയിട്ടോ ഗൈസ്. നമുക്കൊന്ന് അതിൽ കയറി നോക്കാം. ഗൈസ്, വർക്കിംഗ് ആണ്. വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ ഇട്ട് ഓടിക്കാം. നല്ല തണുപ്പൊക്കെ അല്ലേ. കിട്ടിലേക്കാണ്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. സോ ഗൈസ് ദിസ് മിത്ത് വാസ് കൺഫേംഡ് കേട്ടോ ഗൈസ്. കിഡിലാണ്. എനിക്ക് ഈ മിത്തൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. നിങ്ങൾ ഇനി ഇങ്ങനത്തെ മിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കട്ടോ ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് അടുത്ത മിത്തൊന്ന് നോക്കാം. ഗൈസ്, അടുത്ത മിത്ത് എന്ന് പറയുന്നത് ജെറ്റ് പാക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ജെറ്റ് പാക്കിൻ്റെ ചീറ്റ് കോഡ് 320 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ചീറ്റ് കോഡ് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിനെ RPG എടുക്കാം. RPG എടുക്കുക ഫ്രാങ്ക്ലിനെ ഡിസ്ട്രോയ് ചെയ്ത് നോക്കാം.
ഗൈസ് ഇത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഓ വണ്ടർഫുൾ മിത്താണ് കേട്ടോ ഗൈസ്. ഇങ്ങനത്തെ മിത്തൊക്കെ അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. നമുക്ക് ഇന്നും ഇങ്ങനത്തെ വീഡിയോ ചെയ്യാം. അപ്പോൾ ദിസ് മിത്ത് വാസ് കൺഫേംഡ്. അടുത്ത മിത്ത് നോക്കാം. ജെറ്റ് പാക്ക് ബിഗിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, ബട്ട് സ്മോളിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജെറ്റ് പാക്ക് ബിഗിൻ്റെ 320 ആണ്. നമ്മളിപ്പോൾ എടുത്ത ജെറ്റ് പാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം കേട്ടോ ഗൈസ്. ഓ എന്താണ് ഫ്രാങ്ക്ലിന്. അപ്പോൾ നമുക്ക് ചെറിയ ഇതും കൂടി എടുത്തിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഗൈസ് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണെങ്കിൽ വലുതിൻ്റെ കളർ നമുക്ക് ഏതും ആക്കാൻ പറ്റുമെന്നുണ്ടോ കേട്ടോ ഗൈസ്. RGB ആക്കാം, ബ്ലാക്ക്, ഏത് തേങ്ങ ആക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ചെറുതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം, എൻ്റെ സ്ഥിതി ഒന്ന് പോയി നോക്കാം. ഓ ഗൈസ് ഇതിൽ നമുക്ക് കാണാനേ പറ്റുന്നില്ല കേട്ടോ. വലുതിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കണ്ടോ, വലുതിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കളറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ ചെറുതിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ഓപ്ഷൻ വരുന്നില്ല. ഈ ചെറിയതായതുകൊണ്ടായിരിക്കും ഈ ഇതൊക്കെ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഗൈസ് ദിസ് മിത്ത് വാസ് കൺഫേംഡ്. അപ്പോൾ നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം. സോ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ മിത്തൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കും ഗൈസ്. ആ മിത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താണ്ട് മിത്തൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. നിങ്ങൾക്ക് അറിയേണ്ട ഏത് മിത്താലും ഗൈസ് നമ്മൾ ട്രൈ ചെയ്യുന്നു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിക്കൊണ്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ.